ഓഗസ്റ്റ് ആദ്യവാരം കറാച്ചിയിലെ പ്രദേശത്ത് 18 മാസം പ്രായമായുള്ള ഒരു പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം പാകിസ്ഥാനെ നടുക്കി. പോലീസ് പറയുന്നതനുസരിച്ച് കുട്ടിയുടെ അടുത്ത ബന്ധുവും അമ്മയുടെ കസിനുമായ ആളാണ് പ്രതി. സംഭവ ദിവസം പ്രതി കുട്ടിയെ എന്തോ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി. ഏകദേശം 20 മിനിറ്റിനു ശേഷം കുട്ടിയെ തിരിച്ചെത്തിച്ചു. കുട്ടിയുടെ മുത്തശ്ശി കരുതി കുട്ടി ഉറങ്ങുകയായിരിക്കുമെന്ന്. പിന്നീട് അമ്മ പാമ്പേഴ്സ് മാറ്റാൻ നോക്കുന്ന സമയത്ത് കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടായതായി കണ്ടു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ കുട്ടി മരിച്ചു. ആദ്യ പരിശോധനയിൽ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായി സൂചനയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അന്തിമ സ്ഥിരീകരണം മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷമേ ഉണ്ടാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി. 15-ന് വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് പ്രതിയെ അവൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ പിതാവിൻ്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ലഭിച്ചതിന് ശേഷമേ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകൂ എന്ന് അധികൃതർ അറിയിച്ചു. കുട്ടിയുടെ സംസ്കാരം നടത്തി. സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഈ സംഭവം പാകിസ്ഥാനിലെ പല TV ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വലിയ വിവാദമായിരുന്നു. 18 മാസം പ്രായമായുള്ള കുട്ടിയുടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വന്ന ചില റിപ്പോർട്ടർമാർക്കും TV ചാനൽ ഉടമകൾക്കും വിഷയം മാറ്റി സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സ്ത്രീകൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശരിയായി വസ്ത്രം ധരിക്കണം, കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തു വിടരുത് എന്നൊക്കെയായിരുന്നു. അതായത് ഒരു 18 മാസം പ്രായമായുള്ള കുഞ്ഞിനെ ബന്ധു പീഡിപ്പിച്ച് കൊന്ന കേസിൽ പോലും കുറ്റം ഇരയുടെ കുടുംബത്തിൻ്റെയും സ്ത്രീകളുടെയും വസ്ത്രത്തിൻ്റെ മേൽ ചുമത്താൻ ശ്രമിച്ചു. ഈ 18 മാസം പ്രായമായുള്ള കുട്ടി എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ആ വസ്ത്രധാരണത്തിൽ എന്ത് തെറ്റാണ് ഇവർ കണ്ടത്? കുറ്റം ചെയ്തത് ഒരു മുതിർന്ന ആളാണ്. പക്ഷേ ചർച്ച സ്ത്രീകളുടെ തുണിയിലേക്കും കുട്ടിയുടെ പുറത്ത് കൊണ്ടുപോയതിലേക്കുമാണ് തിരിച്ചുവിട്ടത്. കുട്ടിക്ക് 1.5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ വസ്ത്രവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. പാകിസ്ഥാനിലെ പല സ്ത്രീകളും അവകാശ സംഘടനകളും സോഷ്യൽ മീഡിയ യൂസേഴ്സും ഇതിനെതിരെ രംഗത്തെത്തി. ആളുകൾ ചോദിച്ച ഒരേ ഒരു ചോദ്യമായിരുന്നു: ഒരു കുഞ്ഞിൻ്റെ കൊലപാതകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചല്ല ഇവരാരും തിരക്കിയതും ചോദിച്ചതും. സ്ത്രീകൾ എന്ത് ധരിക്കണം എന്നാണോ പഠിപ്പിക്കുന്നത്? ഇതൊക്കെയായിരുന്നു ചോദിച്ചത്. കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ചില റിപ്പോർട്ടർമാർ സ്ത്രീകളുടെ കുടുംബങ്ങളുടെയും കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന പേരിൽ പരോക്ഷമായി സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അതാണ് ആളുകൾക്കിടയിൽ ഇത്രയും രോക്ഷമുണ്ടാക്കിയത്. ഇതിൽ ആ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? ആ കുഞ്ഞിൻ്റെ വസ്ത്രധാരണം എങ്ങനെയാണ് മറ്റൊരാൾക്ക് മോശമായി തോന്നിയത്? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ.